ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക 1 മക്കബായർ 9-ാം അധ്യായമാണ്. യൂദാസിന്റെ മരണം. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്ന് അറിഞ്ഞപ്പോൾ ദെമത്രിയൂസ് ബെക്കിദസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152-ാം ആണ്ട് 1-ാം മാസം അവർ ജെറൂസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3,000 ധീരയോദ്ധാക്കളുമായി എലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം, അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല. ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു പേരെയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്കു വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാവരുത്. ബെക്കിദസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി. ബക്കിദസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെ ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബക്കിദസും അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്തൂസ് മല വരെ ഓടിച്ചു. ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞു വന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെ എത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റ് വീണു. യൂദാസും നിലംപതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥാനും ശിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദയിനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെ ഓർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. ജോനാഥാൻ നേതാവ്. യൂദാസിന്റെ മരണത്തിനു ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബക്കിദസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബക്കിദസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകൾ ഉണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം
ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥാന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിനു ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബെക്കിദേസിനും എതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെ പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്നു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥാൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തെക്കോവ മരുഭൂമിയിൽ. ഇതിനെക്കുറിച്ച് കേട്ട ബെക്കിദേസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥാനും സഹോദരൻ ശിമയോനും അവരോടുകൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞു. തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരം അറിഞ്ഞ ബെക്കിദേസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥാൻ സ്വസഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെദേബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചുകൊണ്ടു പോവുകയും അവന്റെ പക്കൽ ഉണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥാനും സഹോദരൻ ഷെമയോനും ഇങ്ങനെ കേട്ടു, യാംബ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് വധു. അവളെ അവർ നബാബത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥാനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും. തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പു നിലങ്ങളിലേക്ക് മടങ്ങി. ബെക്കിദേസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥാൻ അനുയായികളോട് പറഞ്ഞു, നമുക്ക് ജീവന് വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പു നിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥാൻ ബെക്കിദേസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതി മാറി പിൻനിരയിലേക്ക് പോയി. അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബെക്കിദേസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദായിലെ കോട്ടകൾ. ബെക്കിദേസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറിക്കോയിലെ കോട്ടയും എമ്മാവൂസ്, ബെത്ത് ഹോറോൻ, ബദേൽ, തിംനാത്ത്, ഫറാത്തോൺ, തെഫോൻ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയെയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. 153 ആണ്ട്
2-ാം മാസം ദേവാലയാങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമൂസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവൻ അത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരാഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അതരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമൂസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബെക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. ജോനാഥാന്റെ വിജയം. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു, ജോനാഥാനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബെക്കിദേസിനെ തിരിച്ചു കൊണ്ടുവരാം. ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയ ഒരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു. ജോനാഥാനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദായിലെ തന്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യ കത്തുകൾ അയച്ചു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉപചാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജോനാഥാന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ 50ഓളം പേരെ വധിച്ചു. പിന്നീട് ജോനാഥാനും അനുയായികളും ശിമിയോനോടുകൂടി മരുഭൂമിയിലുള്ള ബെത് ബാസയിലേക്ക് പിൻവാങ്ങി. അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിത് അവർ അത് ബലവത്താക്കി. ബക്കിദേസ് ഇതറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. യൂദായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു. അതിനുശേഷം അവൻ വന്ന് ബെത് ബാസിക്കെതിരെ പാളയമടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തന്റെ സഹോദരൻ ശിമിയോനെ ഏൽപ്പിച്ച് ജോനാഥാൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി. കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ. ഒദമേറായെയും അവന്റെ സഹോദരന്മാരെയും ഫാസിറോണിന്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി. ഈ സമയം ശെമയോനും കൂട്ടരും നഗരത്തിനു വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു. അവർ ബെക്കിദേസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. തന്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി. അതിനാൽ യൂദായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി. അവരിൽ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥാൻ ബെക്കിദേസുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവൻ അത് സമ്മതിക്കുകയും ജോനാഥാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്തു നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥാൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിലുണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു.